ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒത്തിരി പേര് കമൻറ്റിൽ ചോദിച്ചതിൻ്റെ ആൻസറായിട്ട് ഞാൻ വരും. പിന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ ഞാനത് തരും. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ എയർപോർട്ടിലാണ്. ഡ്യൂട്ടി ഇന്നലെ വൈകിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഇടാമെന്ന് വെച്ചു. അപ്പോൾ ജൂൺ 5 ഇൻ്റർവ്യൂവിന് പോകുന്നവരെല്ലാവരും ഓൾമോസ്റ്റ് ഒരു ഇൻ്റർവ്യൂ 9 മണിക്കാണെങ്കിൽ ഒരു 8 മണിക്ക് നിങ്ങൾ 1 മണിക്കൂർ മുന്നേ എത്താൻ നോക്കുക. കാരണം നമ്മൾ പെട്ടെന്ന് നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവാണ്. പിന്നെ പെട്ടെന്ന് നമ്മൾ ഫ്രഷ് മൈൻഡോടെ ചെയ്യും. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ ചെല്ലാൻ നോക്കുക. പിന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വെയിറ്റ് നോക്കുന്നുണ്ടോ? ഇല്ല, ഇൻഡിഗോയിൽ ഗ്രൗണ്ട് സ്റ്റാഫിന് വെയിറ്റ് നോക്കുന്നില്ല. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഏജിൻ്റെ കാര്യം. ഏജും കുഴപ്പമില്ല. പിന്നെ ഡിഗ്രി മാൻഡേറ്ററി ആണ്. പക്ഷേ നിങ്ങൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ എക്സാം എഴുതി വെയിറ്റ് ചെയ്തിട്ടവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ചോദിച്ച കാര്യമാണ് ഇത്രയൊക്കെയാണ് ചോദിച്ചത്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ള വരുന്നത്, നിങ്ങൾ 1 മണിക്കൂർ മുന്നേ പോകുന്നത് CV കളക്ട് ചെയ്യും. CV കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ചെയ്തും നിങ്ങൾ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുക. നിങ്ങൾ ചെറിയ സെൻറ്റൻസ് പറയുമ്പോൾ അവർ വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊരു ഇതാവും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആൻസർ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസെ പറ്റി പറയാം. നിങ്ങൾ ഫസ്റ്റ് ചോദിക്കുന്ന ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, അതിനെ നിങ്ങളെപ്പറ്റി പറയുക. അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്ന വൈ ഡു യു വാണ്ട് ടു ജോയിൻ ഇൻ ഇൻഡിഗോ, അത് നിങ്ങൾ പറയുക. അത് കഴിഞ്ഞ് വാട്ട് ആർ യുവർ എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ചോദിക്കത്തില്ല. പിന്നെ ചോദിക്കുന്നത് വൈ ഡു യു വാണ്ട് ടു വർക്ക് ഫോർ ഇൻഡിഗോ എയർലൈൻ, അതിനെപ്പറ്റി പഠിക്കുക. പിന്നെ വരുന്നത് വാട്ട് ഡു യു നോ എബൌട്ട് ഇൻഡിഗോ. നിങ്ങൾ ഇൻഡിഗോയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കുക. വാട്ട് ഡു യു നോ എബൌട്ട് ഇൻഡിഗോ പറ്റി നിങ്ങൾ പഠിക്കുക. പിന്നെ ആദ്യത്തെ വരുന്നത് വൈ ഡു യു തിങ്ക് കസ്റ്റമർ സർവീസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ഏവിയേഷൻ ഇൻഡസ്ട്രി. ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് കസ്റ്റമർ സർവീസ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുക. അതെന്തായാലും ചോദിക്കും, നിങ്ങൾ അതിനെപ്പറ്റി പറയുക. പിന്നെ വരുന്നത് ഇഫ് സെലക്ട് ആസ് എ ഗ്രൗണ്ട് സ്റ്റാഫ്, ഹൗ ലോങ് വിൽ യു കമ്മിറ്റ് ടു വർക്ക് വിത്ത് അവർ എയർലൈൻസ്. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാം. പിന്നെ വരുന്നത് ഹൗ ഡു യു പ്ലാൻ ടു പ്രൊമോട്ട് അവർ എയർലൈൻ ബ്രാൻഡ് കസ്റ്റമേഴ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണത്. ഹൗ ഡു യു പ്ലാൻ ടു പ്രൊമോട്ട് അവർ എയർലൈൻ ബ്രാൻഡ് കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇൻഡിഗോ എയർലൈൻസിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യും വേറെ കസ്റ്റമേഴ്സ്. ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക. അപ്പോൾ അവർ നമ്മുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യും. എങ്ങനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ് കാര്യങ്ങൾ നിങ്ങളത് ഷെയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റെഫർ ചെയ്തിട്ട് പോവാം. എന്തായാലും ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊന്നാണ് വാട്ട് ഡു യു നോ എബൌട്ട് ഇൻഡിഗോ. പിന്നെ ചോദിക്കുന്ന ഒന്നാണ് ഹൗ ഡു യു പ്ലാൻ ടു പ്രൊമോട്ട് അവർ എയർലൈൻ ബ്രാൻഡ് കസ്റ്റമേഴ്സ്. ഈ 2 ക്വസ്റ്റ്യൻസും നല്ല ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോവാം. പിന്നെ ഇൻ്റർവ്യൂവിന് പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലതുപോലെ പെർഫോം ചെയ്യുക. ജൂൺ 5 പോയിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും വിഷമിക്കണ്ട. നെക്സ്റ്റ് ഞാൻ അടുത്ത വേക്കൻസി വരുമ്പം ഞാൻ അതും അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് മെയിൽ വരും. ഞങ്ങൾക്കത് ആരെങ്കിലും റെഫർ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഞാൻ അപ്ഡേറ്റുകൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് പറയുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് വൺസ്. പിന്നെ എന്താ പറയുന്നത്, അപ്പോൾ ടാറ്റാ ബൈ ബൈ.